ഷിരൂരിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നും തുടരും. CP4 കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന നടക്കുക. ഗംഗാവലി പുഴയിൽ നാവികസേനയും തിരച്ചിൽ നടത്തുന്നുണ്ട്. മഴ ദൌത്യത്തിന് തടസ്സമാകുമോ എന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും ദൌത്യത്തിന്റെ ഭാഗമാകും. ഷിരൂരിൽ നിന്ന് AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. റെഡ് അലർട്ടാണ് ഇന്നിപ്പോൾ. എപ്പോഴാണ് പരിശോധന തുടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്? ഈ ഒരു മഴ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയാകുമോ? ഗുഡ് മോർണിംഗ് ശ്രുതി, തുളസി. ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാര്യമായ പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നലെ വേണ്ടത്ര ഒരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും പോലും ആശാവഹമായ പുരോഗതി തെരച്ചിലുണ്ടായി എന്ന് തന്നെ തീർത്തും പറയേണ്ടി വരും. അതായത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയും അതോടൊപ്പം തന്നെ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇന്നലത്തെ തെരച്ചിൽ നടന്നതെന്ന് വേണം പറയാൻ. കാരണം നാവികസേന ഇന്നലെ രാവിലെ മുതൽ ഈ തെരച്ചിലിൻ്റെ ഏകോപനം ഏറ്റെടുത്തോടു കൂടി തന്നെ കോൺടാക്ട് പോയിന്റ് 1, 2, അതായത് നാവികസേന കണ്ടെത്തിയ മാർക്ക് ചെയ്ത ആ സ്ഥലം കേന്ദ്രീകരിച്ച് വ്യാപകമായി തെരച്ചിൽ നടത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവിടുന്ന് നിരവധി സാധനങ്ങൾ, വാഹനത്തിൻ്റെ പാർട്സുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ അവിടെ അർജുൻ്റെ വാഹനത്തിൻ്റെ പാർട്സുകൾ വളരെ കുറവായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും അർജുൻ്റെ വാഹനം ഈ പുഴയുടെ നിഗൂഢതയിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ആ തെരച്ചിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. കാരണം ചില വാഹന ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ CP4 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകുന്നത്. കാരണം ഈ ഇന്ദ്രബാലൻ്റെ ഈ ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് മാർക്ക് ചെയ്തതും അതോടൊപ്പം തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റായി കണക്കാക്കുകയും ചെയ്യുന്നത് ഈ CP4 ആണ്. ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്കാണ് ഇന്ന് രാവിലെ മുതൽ പോവുക. ഇന്നലെ തന്നെ ഈ ഡ്രഡ്ജർ ആ ഭാഗത്തേക്ക് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മണ്ണിൻ്റെ നില അതീവ ദുഷ്കരമാണ്, ഇവിടെ തെരച്ചിലും ദുഷ്കരമായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. ഏതായാലും ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് ഇന്ന് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ തെരച്ചിലൊക്കെ നിർത്തിവെക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും കാർവാർ MLA സതീഷ് സെയ്ലി ഇക്കാര്യത്തിൽ നിഷേധിക്കുകയായിരുന്നു. കാരണം എത്ര ദിവസം വേണമെങ്കിലും ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകും, ഇക്കാര്യത്തിൽ പണമെന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ദിവസങ്ങളും പ്രശ്നമില്ല, ഇതിന് റിസൾട്ട് ഉണ്ടാക്കുക ആണ് ലക്ഷ്യം എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാറുകയും ആശങ്ക വഴിമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഷിരൂർ മേഖലയിൽ കനത്ത മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തെരച്ചിലെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഈ തെരച്ചിൽ നിർത്തിവെക്കുക മാത്രമല്ലാതെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെ വലിയ ശുഭസൂചനയായി തന്നെയാണ് കാണുന്നത്. ഏതായാലും ഇന്നലെ അർജുൻ്റെ ട്രക്കിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് അർജുൻ്റെ ട്രക്കിൻ്റേത് തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ഒരു ബാക്ക് ഭാഗത്തുള്ള ഒരു ആംഗുലറാണ്. ആ ആംഗുലർ ആദ്യം ഈ പെയിൻ്റ് അടിക്കുകയും അതിനുശേഷം ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്തിട്ട് അത് പരിശോധിച്ചപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ ട്രക്ക് ഈ പുഴയിലുണ്ടോ, ഗംഗാവലി പുഴയിലുണ്ടോ എന്നുള്ള ചോദ്യം വളരെ ദിവസങ്ങളായി ഉയർന്നു വരുന്നു. ഉണ്ട് എന്ന് തന്നെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്കാണ് അത് പോകുന്നത്. അതോടൊപ്പം തന്നെ കയറിൻ്റെ ഭാഗങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ചില സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നു. കാരണം കയർ എങ്ങനെയാണ് അവിടെ മാത്രം നിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ, അവിടെ എന്തുകൊണ്ട് ട്രക്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രക്കിൻ്റെ അവസാനത്തെ ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, അതായത് ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പുള്ള ആ ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ ട്രക്കിൽ വലിയ രീതിയിലുള്ള കയർ കെട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. 13 ഊക്സാണ് ഒരു ഭാഗത്തുള്ളത്, അത് 26 ഊക്സ് രണ്ട് ഭാഗത്തുമുണ്ട്. ഈ ഊക്സിൽ വളരെ 4-5 ഭാഗത്ത് മാത്രം 4-5 ഊക്സ് മാത്രമാണ് കെട്ടിയിരുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ കയർ ഈ ട്രക്കിനൊപ്പം ഉണ്ടായിരുന്ന ആ കയറുകൾ ഈ ട്രക്കിൽ കെട്ടിയിട്ട നിലയിലായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ വാഹനം ആക്സിഡൻ്റ് ആവുന്ന സമയത്ത്, ഈ അപകടം ഉണ്ടാവുന്ന സമയത്ത് ഒരു പക്ഷേ ഈ കയർ തെറിച്ചു പോകാനും മറ്റുള്ള വാഹനത്തിൽ ഹൂക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന ആ ട്രക്കിൻ്റെ ടയർ ഭാഗത്തിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ഈ കയറിൻ്റെ ഭാഗങ്ങളും ഉള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായാണ്. അതായത് ഈ ട്രക്കിൻ്റെ ഒരു ഭാഗം പോലും ഈ അർജുൻ്റെ ട്രക്കിലേക്ക് എത്തിയില്ല എന്നുകൊണ്ട് തന്നെയാണ് ഈ സംശയം ഉയർന്നു വരുന്നത്. ഏതായാലും കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ അത് കാണാൻ കഴിയൂ. ഏതായാലും ഇന്ന് CP4 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാകും പോവുക. വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ഏകോപനം സാധ്യമായിരിക്കുന്നു, കൃത്യമായ തെരച്ചിൽ ഇന്നലെ നടന്നു, അതിന് തുടർച്ചയായി തന്നെ ഇന്ന് തെരച്ചിൽ തുടരാനുള്ള സാധ്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇവിടെയുണ്ട്. ഈ ഡ്രഡ്ജിങ്ങിന് മേൽനോട്ടം വഹിച്ച് അദ്ദേഹം 2 ദിവസം കൂടി ഇവിടെ തുടരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ശുഭപ്രതീക്ഷയുണ്ട്. അപ്പോഴും മഴ
ഒരു വില്ലനായി വരുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 5 അടക്കമുള്ള ആളുകൾ ഇന്ന് തിരിച്ചു പോകുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പെ ഇപ്പോഴും ഒരു സങ്കടമായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുന്നു. കാരണം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈശ്വർ മാൽപ്പെ മടങ്ങിയത് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം തിരിച്ചു വരുന്നില്ല എന്ന് നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ശിരൂർ ദൗത്യം കൃത്യമായ ദിശയിലേക്ക് തന്നെ പോകുന്നു. ഇന്ന് തന്നെ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനും കഴിയുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, ഏതായാലും തിരച്ചിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം തന്നെ ഈ നേവിയുടെ നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലാണല്ലോ ഇന്നലെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ SDRF അല്ലെങ്കിൽ NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ കൂടെ ഉണ്ടാകുമോ? ഏത് രീതിയിലായിരിക്കും ഈ തിരച്ചിൽ ഏകോപിപ്പിക്കുക? ഇന്നലെ നാവികസേന ഇവിടെ എത്തി. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊന്നും നാവികസേന ഇവിടെ എത്തിയിരുന്നില്ല. ആദ്യത്തെ 3 ദിവസങ്ങളും എവിടെയൊക്കെയോ പരതുന്ന ഒരു തെരച്ചിലായിരുന്നു കണ്ടത്. പക്ഷേ ഇന്നലെ നാവികസേന ഇവിടെ എത്തുകയും ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് അവർ മാർക്ക് ചെയ്ത ആ ഭാഗത്ത്, അതായത് 1.12 എന്നീ പറയുന്ന ആ മേഖലകളിൽ തെരച്ചിൽ നടത്തിയത്. അവിടെ അർജുൻ്റെ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അവിടെ കൂടുതൽ യന്ത്രഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് അവർ നടത്തിയ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വരികയും ചെയ്തു. അതേ എങ്കിൽ പോലും അവിടെ അർജുൻ്റെ വാഹനം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് നിരാശപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ അന്ന് ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ 4 പോയിന്റുകളാണ് കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്നത്. കോൺടാക്ട് പോയിന്റ് 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. അതിൽ 3 കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് അസ്ഥി അടക്കമുള്ള ഭാഗങ്ങൾ കിട്ടിയത്. അത് മനുഷ്യൻ്റെ അസ്ഥി അല്ലാന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺടാക്ട് പോയിന്റ് 4 ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്നാണ് ഇന്ദ്രബാലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ദ്രബാലൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന തെരച്ചിൽ കുറേ കൂടി ദുഷ്കരമാണ് എന്നുള്ള കാര്യമാണ്. കാരണം കൂടുതൽ മണ്ണ് ആ ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളൊക്കെ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്, പാറക്കഷ്ണങ്ങൾ വന്നു കൂടിയിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ആ ഭാഗത്ത് ഈ ട്രക്ക് ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ അവിടെ ഡ്രഡ്ജിങ് ആരംഭിക്കും. അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രബാലൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഒരു പക്ഷേ അവിടെ നിന്നും വീണ്ടും ഈ ട്രക്ക് താഴോട്ട് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള മൺതിട്ടകൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നീക്കം ചെയ്യുക എത്രത്തോളം സാധ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമുണ്ട്. ഏതായാലും ഇന്നലെ അർജുൻ്റെ സഹോദരിയോടും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ, കാരണം ജില്ലാ ഭരണകൂടം ഇതുവരെ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം നടത്തിയ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തെരച്ചിലിനെ കുറിച്ച് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളില്ല. കാരണം ആശങ്കകളൊക്കെ മാറിക്കഴിഞ്ഞു. കാരണം കൃത്യമായ ഏകോപനം ഈ തെരച്ചിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷയേകുന്ന ഘടകം. ആ ഘടകത്തിലൂടെ തന്നെ ഈ പ്രതീക്ഷയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇന്നത്തെ ദിവസം വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഈ ഡ്രഡ്ജിങ് തുടരണമെന്നുള്ള കാര്യത്തിലടക്കം ഒരു നിർണായക ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഏതായാലും അർജുൻ്റെ ട്രക്ക് ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ ഈ ഘട്ടത്തിൽ പോലും പങ്കുവയ്ക്കുകയാണ്. കാരണം കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ ശിരൂർ മേഖലയിൽ ഈ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. റിസൾട്ട് ഉണ്ടായി എങ്കിൽ പോലും അർജുൻ്റെ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുക എന്നുള്ളത് ഒരു വൈകാരികമായ ഒരു സംഭവം കൂടിയാണ്. ആ സംഭവത്തിലേക്ക് വൈകാരികതയിലേക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ആ റിസൾട്ടിലേക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടി വരും. തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ കൃത്യമായ ഒരു ഏകോപനം ഇന്നലെ നടന്നിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ ഈ നാവികസേന ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ മാർക്ക് ചെയ്ത സ്ട്രോങ് പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഇന്നലെ നടന്നിരുന്നത് പൂർത്തീകരിച്ചിരുന്നു. തുടർന്നാണ് CP4 കടന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഇന്നലെ പൂർത്തീകരിച്ച ഭാഗങ്ങളിൽ വീണ്ടും ഒരു പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അപ്പം ഈ ഈശ്വർ മാൽപ്പെ ഇനി വരില്ല എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണോ? ഇനി കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇതിൽ പ്രധാനമായും ശ്രുതി, നാവികസേന കണ്ടെത്തിയ സ്ഥലത്തുള്ള തെരച്ചിൽ ഇന്നലെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് നാവികസേന എത്താനുള്ള സാധ്യതയില്ല. കാരണം അവർ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ വ്യാപകമായി തെരച്ചിൽ നടത്തി. അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ആ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാവികസേന കണ്ടെത്തിയ ഭാഗം പൂർണ്ണമായും തെരച്ചിൽ നടത്തി അതിൽ അർജുൻ്റെ ട്രക്കില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഇന്ദ്രബാലൻ്റെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയ 4 പോയിന്റുകളുണ്ട്. 1 മുതൽ 4
4 വരെയുള്ള പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്തണം. ഇതിൽ എല്ലാ ഭാഗത്തും തെരച്ചിൽ ഒരു ഘട്ടത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കോണ്ടാക്ട് പോയിന്റ് 4 എന്നുള്ളത് സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ആണ് എന്നാണ് ഇന്ദ്രബാലൻ പറയുന്നത്. അവിടെ ഈ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെയും ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് ഇന്ന് ആദ്യം പോകും. അവിടെ ഈ ട്രക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും. ഇല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് കൂടി, അതായത് മറ്റുള്ള 3 മേഖലകൾ കൂടി ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തുമെന്നാണ് സതീഷ് സൈലി MLA ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തെരച്ചിൽ ഇന്നത്തെ ഒരു തെരച്ചിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയല്ല. കാരണം ഇവിടെ കോണ്ടാക്ട് പോയിന്റ് 3 കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അടുത്ത പോയിന്റുകളിലേക്ക് കൂടുതൽ പരിശോധന നടത്തും. ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ അഞ്ജുവിനോട് കൃത്യമായി തന്നെ ഇന്ദ്രബാലനും അതോടൊപ്പം തന്നെ കാർവാർ MLAയും SP അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അഭ്യൂഹം ഇന്നലെ വൈകിട്ട് മുതൽ പ്രചരിച്ചിരുന്നു. പ്രധാനമായും ഈ കാലാവസ്ഥ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി ഉയരുന്ന ഒരു ഘട്ടത്തിൽ ഇത് തെരച്ചിൽ നിർത്താനുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അത്തരൊരു കൂടിയാലോചനകളൊക്കെ നടക്കുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള സംശയം ഉയർന്നു വന്നത്. പക്ഷേ ആ സംശയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ തെരച്ചിലിന് റിസൾട്ട് ഉണ്ടാവുന്നവരെ ഈ തെരയും, അതായത് ഈ ഗംഗാവലി പുഴയിൽ ഈ ഭാഗത്ത്, അതായത് ഷിരൂർ മേഖലയിൽ ദുരന്തമുണ്ടായ ആ മേഖലയിൽ മുഴുവൻ തെരച്ചിൽ നടത്തിയതിനു ശേഷം മാത്രമേ ഈ തെരച്ചിൽ അവസാനിപ്പിക്കൂ എന്നുള്ള ഒരു ഉറപ്പാണ് അവരുടെ ഭാഗത്തുണ്ടാവുന്നത്. എങ്കിൽ പോലും അവിടെ ശക്തമായ മഴ എത്തുകയാണെങ്കിൽ അവിടെ തെരച്ചിൽ സാധ്യമാവില്ല. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളോ തെരച്ചിൽ നിർത്തിവെച്ചാൽ പോലും കൂടുതൽ ദിവസങ്ങളിലേക്ക് നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി 10 ദിവസത്തെ 80 മണിക്കൂർ നേരത്തെ കരാറാണുള്ളത്. അത് ദിവസക്കണക്കിനല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 80 മണിക്കൂർ ഡ്രഡ്ജിംഗ് നടത്താനുള്ളൊരു കരാർ, അതിനുള്ള പണമാണ് അവർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നത്. ഇതുവരെ 80 ലക്ഷത്തോളം രൂപ അവർക്ക് നൽകിയെന്നാണ് കാർവാർ MLA അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം വേണമെങ്കിലും നീട്ടാം, വീണ്ടും ഇനിയും വേണമെങ്കിൽ അത് നീട്ടാമെന്നുള്ളൊരു കരാറാണുള്ളത്. ഏതായാലും ചുരുങ്ങിയത് 80 മണിക്കൂർ നേരമെങ്കിലും ഈ ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഏതാണ്ട് 20-22 മണിക്കൂർ മാത്രമാണ് ഇതുവരെ ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള സമയം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആ മേഖലകൾ മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള ഒരു ഡ്രഡ്ജിങ്ങിലേക്ക് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഡ്രഡ്ജിംഗ് ട്രക്ക് കണ്ടെത്തുക എന്നതിനൊപ്പം തന്നെ മറ്റ് അവിടെ നദീത്തടത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനകൾ കൂടി മാറ്റേണ്ടതുണ്ട്. കാരണം അവിടെ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്കും അതോടൊപ്പം തന്നെ അടിഭാഗത്തുള്ള അവസ്ഥകളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഴുക്കിനെയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതും മറ്റൊരു ദൗത്യം തന്നെയാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇനി അർജുന ട്രക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റു ട്രക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അർജുന ട്രക്ക് ഈ പുഴയുടെ ഗംഗാവലി പുഴയുടെ ദുരൂഹതയിൽ എവിടെ പോയി ഒളിച്ചു കിടക്കുന്നു എന്നുള്ള ചോദ്യത്തിലുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആ ഉത്തരത്തിലേക്ക് തന്നെയാണ് ഇന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോണ്ടാക്ട് പോയിന്റ് 3, അതായത് നദീ തീരത്ത് നിന്ന് ഏതാണ്ട് 132 മീറ്റർ ഉൾഭാഗത്തായി നദിയുടെ മധ്യഭാഗത്തായി നിൽക്കുന്ന ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. അവിടേക്ക് ഇന്നലെ തന്നെ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്ക് മുമ്പായി തന്നെ ആ ഭാഗത്ത് തെരച്ചിൽ പുനരാരംഭിക്കും. തീർച്ചയായിട്ടും. എന്തായാലും അർജുന്റെ ട്രക്ക് എവിടെയെന്ന ഉത്തരം തേടി തന്നെയാണ് ആഴങ്ങളിൽ പരിശോധന തുടരുന്നത്. അത് കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. AK അഭിലാഷാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.